നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റേറിയൻസിനൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പനീർ വെച്ചൊരു സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾക്ക് ആദ്യം പനീറാണ്. പനീർ ക്യൂബ്സ് ആണ്, ഒരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് ചതുരമായിട്ടാണ് അരിഞ്ഞത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒറിഗാനോ ആണ്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഒരു പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. രണ്ട് വശം ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം സെയിം പാനിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സോസൊക്കെ നല്ലപോലെ പനീറിലൊക്കെ കോട്ട് ചെയ്ത് വരണം. അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ ഒറിഗാനോ എടുത്ത് വെച്ചത് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡ് ഞാൻ വീറ്റ് ബ്രെഡാണ് എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് രണ്ട് വശവും ഒന്ന് മൊരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചീസിൻ്റെ സ്ലൈസിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഷ്രെഡർ ചീസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ബട്ടർ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ചീസും ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരും. അപ്പോൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ പനീർ, അതായത് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.